ഹായ്. അപ്പം നമ്മൾ ശ്രീനഗറിൽ മുഗൾ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. പരിമാൽ മുഗൾ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല രസമുള്ള വൃന്ദാവനം, മുഗൾ കോട്ടയും ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഒരു ട്രഡീഷണൽ ഡ്രസ്സസാണിത്. ആ ട്രഡീഷണൽ ഡ്രസ്സിട്ട് ഇതൊക്കെ ഇട്ട് വേണമെങ്കിൽ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. ഒരു ഹിസ്റ്ററി ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത തരത്തിലുള്ള പലതരം ചെടികളുണ്ട് ഇവിടെ. മനോഹരമാണ് കേട്ടോ. ചെടി നമ്മൾ വിചാരിക്കും ഉണങ്ങി വരേണ്ടതല്ല, അതിൻ്റെ പൂക്കൾ അങ്ങനെയാണ്. നന്നായി വെട്ടി നിർത്തിയിട്ടുള്ള മനോഹരമായി അറേഞ്ച് ചെയ്തിട്ടുള്ള ചെടികളും ഇതൊക്കെ ഈ മുഗൾ ഗാർഡൻ്റെ കാഴ്ചകളിൽ പറ്റുന്ന സംഭവങ്ങളാണ്. ഒരു ചെറിയ മരം ഉണ്ടാവും, ഇതിൻ്റെ ഇലകളാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ. അങ്ങനെയുള്ള സ്പെഷ്യൽ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു താഴ്വാരത്തിലേക്ക് നോക്കാം. ഫുൾ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ടേ വെള്ള കളറ് മാത്രമേ കാണാവൂ. നൈസല്ലേ? ഇനി നമുക്കിതിൻ്റെ അകല വ്യൂ, വൈഡ് വ്യൂ ഒന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കയറി ഇപ്പോൾ താഴേക്ക് കാണാൻ പറ്റാത്ത വല്ലതും ഉണ്ടോ നമ്മൾ. വാ, കയറുന്തോറും താഴത്തെ ബ്യൂട്ടിക്ക് ആഴം കൂടുന്നു. അടിപൊളി. ഇനി അതിൻ്റെ നമ്മൾ വന്ന ഫ്രണ്ട് ഗേറ്റില്ലേ, അതിൻ്റെ ബ്യൂട്ടിയാണ്. നമ്മൾ ഡൽഹിയിലെ പുരാണ കില പോയില്ലേ, ഏകദേശം അതിൻ്റെ ഒരു വേറൊരു പതിപ്പ് ആണ്. പക്ഷേ അതിഗംഭീര വ്യൂ ആണ്. അതാണ് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ, ഒരു ഡ്രസ്സ് ഇട്ടിട്ട്. കാശ്മീർ നമ്മൾ എന്ത് വിചാരിച്ച് വന്നോ അതൊക്കെ കാശ്മീരുണ്ട്. അത്രയും മനോഹരമായ കുറേ സംഭവങ്ങളുണ്ട് കാശ്മീർ. ഇവിടെ മറ്റൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കാണിച്ചു തരാവേ. അത് ഇവിടെ നിന്ന് നോക്കണം. വേണ്ട, സെൽഫി പോയിൻ്റ് എന്നൊക്കെ പറയാമല്ലോ, ഫോട്ടോ പോയിൻറ്റ്സ്. ഭയങ്കര രസമാണ്. ഇപ്പോൾ ഞാൻ പോയ വഴികളൊക്കെ ഏകദേശം കണ്ടില്ലേ. ശരിക്കും പിടിച്ചു നിന്നാൽ സംസാരിക്കണം, കാരണം ഒന്നും പറയാമല്ലോ. ഭയങ്കര മഞ്ഞും നല്ല തണുപ്പും ഒക്കെയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിനേക്കാൾ കൊടുത്ത തണുപ്പുള്ള ക്ലൈമറ്റ്. അത്ര രസമാണ്. അപ്പോൾ നമുക്കതിൻ്റെ ആംബിയൻസിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മളിവിടുന്ന് താഴേക്ക് ഇറങ്ങും. താഴേക്ക് ഇറങ്ങുന്ന വ്യൂ ഒന്ന് കണ്ടേ. നമ്മൾ മുകളിലേക്ക് അപ്പുറത്ത് കൂടെ കയറി, ഇനി ഇപ്പുറത്ത് കൂടെ താഴേക്ക് ഇറങ്ങാൻ പോവാണ്. ഇതാണ് താഴേക്ക് ഇറങ്ങാൻ പോകുന്ന വശത്തുള്ള വ്യൂ. നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങും. അപ്പോൾ എൻ്റെ നിഴൽ സെൻറ്ററിൽ ഞാൻ ഇറങ്ങുന്നതും കാണാൻ പറ്റും എനിക്ക്. താഴെ വന്ന് കഴിയുമ്പോൾ മരങ്ങളുടെ അടുത്തെത്തിയല്ല കുറേ ചെടികളെ ഒന്ന് സൂം ചെയ്ത് നോക്കാം. മഞ്ഞിൽ കരിഞ്ഞിരിക്കുകയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഒന്നുകൂടി താഴേക്ക് ഇറങ്ങിയിട്ട്, കാരണം നടക്കലൊക്കെ ചിലപ്പോൾ തട്ടി വീഴും, കാരണം വിറച്ചിട്ടാണ് നടക്കുന്നത്, നല്ല തണുപ്പുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് വ്യൂ പോയിൻറ്റിലേക്ക് ഒന്ന് ഇറങ്ങാം. ശരി, ഡിസംബറൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അല്ലെങ്കിൽ അതൊക്കെ നല്ല പച്ചയായിട്ടിരിക്കും. പക്ഷെ ഇപ്പോൾ കിട്ടുന്ന ബ്യൂട്ടി അപ്പം കിട്ടില്ല. മുഗൾ കാലത്തെ കോട്ടയുടെ ഒരു ആ ബ്യൂട്ടി കൊണ്ട് ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ കണ്ടോ, ഇത് രസമല്ലേ. നമ്മളെപ്പോഴും സിനിമയിലെ കാണാറില്ല അതേ കാശ്മീർ.
അത്രയും ഭംഗിയുള്ള കാശ്മീർ. ഇനിയിപ്പോൾ നമ്മളിവിടെ വന്നതിൻ്റെ യഥാർത്ഥ ഫൈനൽ ബ്യൂട്ടിയിലേക്ക് പോകും. ആ മുഗൾ കോട്ടയുടെ മുഴുവൻ ഭംഗിയും ഇവിടെ നിന്ന് ആസ്വദിക്കാം. സൂര്യനെയും കൂടി ഫ്രെയിമിലിട്ടിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കാം. ഓക്കെ അല്ലേ? നൈസ് അല്ലേ? കേരള ओके यूट्यूबर. हाँ यूट्यूब भी चलते हैं. आपका नाम क्या है? My name is Adnan. ഷമോൻ. First time visiting Kashmir. Hello friends. നമുക്ക് കാശ്മീരിൽ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു Kashmir. Kashmir is safe. കാശ്മീർ സേഫാണ്, കാശ്മീർ രസമാണ്, കാശ്മീർ ബ്യൂട്ടിഫുൾ ആണ്, കാശ്മീർ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. Heaven on earth. യെസ്. Come Kashmir. കാശ്മീരിൽ വരിക, നിങ്ങൾ കാശ്മീർ കാണുക, കാശ്മീരിൽ ആസ്വദിക്കുക. കാശ്മീർ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. കാശ്മീരിലൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഭയങ്കര രസമാണ് അവരോട് സംസാരിച്ചിരിക്കാനായിട്ട്. കാരണം അവരുടെ നാടിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഓരോ സീസണെ കുറിച്ചൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് അവരുടെ ഈ ടൂറിസ്റ്റ് പ്ലേസിലുള്ള ഒരു പ്രത്യേകതയാണ്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഉള്ളവർക്ക് അവർക്ക് ഭയങ്കര അഭിമാനമാണ് അവരുടെ നാടിനെ കുറിച്ചിട്ട്. നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു പടി കൂടി താഴേക്ക് ഇറങ്ങാണ്. ഇപ്പോൾ നമ്മൾ 2 പടി താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ ഇനി അടുത്തൊരു പടി താഴേക്ക് ഇറങ്ങാൻ പോവാണ്. ഏറ്റവും താഴത്തെ നിലയിലേക്ക് ഇറങ്ങാം. ഇതിൻ്റെ താഴത്തേക്ക് ഇനി ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ കേട്ടോ, ഒരു ഐഡിയ ആണ്. എന്തായാലും നമ്മൾ ഇവിടെ ഒരു ഇടുങ്ങിയ വഴിയുണ്ട്, നമ്മൾ അതിൽ കൂടെ ആദ്യം കയറും. വാവ്, വെരി ബ്യൂട്ടി മാൻ, ഇറ്റ്സ് നൈസ്, റിയലി നൈസ്. രസമുണ്ടോ? അടിപൊളി, അടിപൊളിയുണ്ടോ? കൊള്ളാം, സമം കൊള്ളാം. ഇറങ്ങിയിട്ട് വെറുതെ ആയില്ല. നല്ല ഫ്രെയിംസ്, നല്ല ഫ്രെയിംസ്. മനസ്സിന് നല്ല സന്തോഷമായി. ഇടനാഴിയിലെ കാലൊച്ചകൾ, നല്ല രസമുള്ള. ഞാനിങ്ങനെ ചിരിക്കുന്നുണ്ടൊരു പ്രാന്തായിട്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. തണുത്ത് വിറച്ചാൽ നിൽക്കണേ. 2 കൈ കൊണ്ടാണ് ഞാൻ ക്യാമറ പിടിച്ചേക്കുന്നത്. വെറുതെ അല്ല മക്കളെ കാശ്മീരിന് വേണ്ടി തല്ലുപിടുത്തം നടക്കണത്. ഇമാതിരി മനോഹരമായുള്ള സ്ഥലം അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? എൻ്റെ പൊന്നു, എന്താ രസം കാണാനായിട്ട്. ചരിത്രങ്ങളാണിത്. മുഗൾ കാലത്ത് അവർ സൃഷ്ടിച്ചു വച്ചിട്ടുള്ള സൃഷ്ടികളാണിത്. ഇതിൻ്റെ ഒന്ന് ഭംഗിയൊന്ന് വേറെ തന്നെയല്ലേ. ഇവിടെ ഓരോ സീസണും ഓരോ ബ്യൂട്ടിയാണ്. ഓട്ടം എന്നൊരു സീസണുണ്ട്, അതായത് സെപ്റ്റംബർ ഒക്ടോബർ ആണെന്ന് പറഞ്ഞു. ഒക്ടോബർ മാസം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗോൾഡൻ കളറായിരിക്കും എന്ന് പറയുന്നത്. ഇത് മാർച്ച് ഏപ്രിൽ മെയ് ആണെങ്കിൽ ഇവിടുത്തെ കളറ് ഗ്രീനറി ആയിരിക്കും എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലം അതാണ് കാശ്മീർ. അപ്പോൾ നമ്മളിവിടുത്തെ മനോഹരമായ ഈ പ്രദേശം നമുക്ക് കാണാൻ പറ്റി, നമ്മളുള്ള ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ചടങ്ങുണ്ട്. നമ്മൾ ഈ ഏരിയയിലെ നല്ലൊരു ബ്യൂട്ടി നമ്മൾ ചുറ്റും കാണിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ഏതാണോ ഏറ്റവും മനോഹരമായ ഫ്രെയിമെന്ന് നോക്കിയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അതുപോലെ മനോഹരമാണ് ഇവിടുത്തെ എല്ലാ ഫ്രെയിംസും. ചുറ്റുവട്ടം എല്ലാം അധികം ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്ന അറിഞ്ഞിടാം. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യും, ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യും. യെസ്, ഓക്കെ, ബൈ.